ഇനി നമ്മൾ പലതവണ നമുക്ക് എൻട്രോപ്പി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എടുക്കും. നമ്മളിപ്പോൾ ചെയ്തത് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി എങ്ങനെയാണ്, അതായത് സിസ്റ്റംസ് നമ്മുടെ ഫേസ് സ്പേസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്ക് എടുക്കാം, എൻട്രോപ്പി. നമ്മൾ ഇതിനു മുൻപ് പല പ്രോബ്ലംസ് ചെയ്തപ്പോഴും ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് 2000 പാർട്ടിക്കിൾസ് ഒരു ബോക്സിന്റെ രണ്ട് സൈഡിലായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 1000 ഒരു സൈഡിലും 1000 മറ്റൊരു സൈഡിലായിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ട്, അത് ഈക്വൽ, രണ്ട് സൈഡിൽ ഈക്വൽ ആയിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, അതിനെ നമുക്ക് ലാർജ് എൻട്രോപ്പി എന്ന് പറയാം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഐഡിയ ബോൾട്സ്മാൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, alright. പക്ഷേ ഇത് ഇറ്റ് cannot be exactly the number of microstates. You cannot simply say S equal to number of microstates. Okay, but Boltzmann knew that it has to do something with the number of microstates. So he said that S is some function of the number of microstates. Okay, S is some function of the number of microstates. Alright, ഇനി ഏത് ഫംഗ്ഷൻ ആണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം നമുക്ക് എന്താ പറയാം, ഈ നമ്മൾ സിസ്റ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ, രണ്ട് സെപ്പറേറ്റ് സിസ്റ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് അല്ലേ. ഒരു സിസ്റ്റത്തിന് ω1 നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, സെക്കൻഡ് സിസ്റ്റത്തിന് ω2 നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടെന്ന് എഴുതുന്നത്. ഓക്കെ, ഈ കമ്പൈൻ സിസ്റ്റത്തിന് എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, അത് എളുപ്പമാണ് അല്ലേ. ഇതിലുള്ള ഓരോ മൈക്രോസ്റ്റേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് ω2 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് ഇതിലുള്ള ഓരോ മൈക്രോസ്റ്റേറ്റ് ഈ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതിൽ ω1 മൈക്രോസ്റ്റേറ്റ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ω1 number of different microstates will correspond to the same appearance, will give you the same appearance എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. will give you the same microstate എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിസ്റ്റം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ω1 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, സിസ്റ്റം 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ω2 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഗോസ് ആസ് ω1 ω2. എന്തുകൊണ്ടാണ്? ഇതിലുള്ള ഒരു കോൺഫിഗറേഷൻ, ഒരു സ്പെസിഫിക് മൈക്രോസ്റ്റേറ്റ് എടുക്കുക, ഒരു 1 പോസിബിൾ മൈക്രോസ്റ്റേറ്റ് എടുക്കുക. ഓക്കെ, അതിനെ നമുക്ക് ഈ ω2 മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് വിൽ കൗണ്ട് ആസ് ω2 മൈക്രോ. അപ്പോൾ അതായത് ഇതിലുള്ള ഓരോ കോൺഫിഗറേഷൻ, ഓരോ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ω2 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ടോട്ടൽ മൈക്രോസ്റ്റേറ്റ്സ് എടുക്കുമ്പോൾ ω1 മൾട്ടിപ്ലൈഡ് ബൈ ω2 എന്നുള്ളതാണ് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ, പക്ഷേ തെർമോഡൈനാമിക്സിൽ നമ്മൾ എൻട്രോപ്പി ഡിഫൈൻ ചെയ്യുന്ന എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ്. നമ്മൾ രണ്ട് സിസ്റ്റംസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ എൻട്രോപ്പി ഗെറ്റ്സ് ആഡഡ്. ഓക്കെ, S1 plus S2. Okay, the total number of microstates gets multiplied, but we want to define entropy in such a way that the entropy gets added. Okay, what do? We know such a function. That function is log. Okay, we also have this thing here. This is a Boltzmann constant. Okay, അപ്പോൾ ഈ റിലേഷൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച് മാക്സ് പ്ലാങ്ക് ആണ്. ഓക്കെ, പക്ഷെ ഇത് എന്താണ് ബോൾട്സ്മാൻ മുന്നോട്ട് വെച്ച ഐഡിയ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, സോ വി ഡിഫൈൻ എൻട്രോപ്പി ആസ് K log the number of microstates. Alright. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ω1 ω2 ആണെങ്കിൽ, ഓക്കെ, എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി ബിക്കംസ് log ω1 ω2. K log ω1 ω2, that becomes K log ω1 plus K log ω2, and that is S1 plus S2. So it works. Right? This definition is good. Alright. So omega is the number of accessible states. ഇപ്പൊ നമ്മൾ എൻട്രോപ്പിയെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തു. റൈറ്റ്, ഇനി മൈക്രോ കനോനിക്കൽ എൻസംബിൾ നമ്മൾ എങ്ങനെ എൻട്രോപ്പി കണ്ടുപിടിക്കും നോക്കാം. മൈക്രോ കനോനിക്കൽ എൻസംബിളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ അലൗഡ് റീജിയന്റെ വോള്യമാണ് അല്ലെ. ഗാമ എന്ന് പറയുന്നത് അലൗഡ് റീജിയന്റെ വോള്യമാണ്. റൈറ്റ്, ഗാമ എന്ന് പറയുന്നത് അലൗഡ് റീജിയന്റെ വോള്യമാണ്, ഫേസ് സ്പേസിലുള്ള അലൗഡ് റീജിയന്റെ വോള്യമാണ്. ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ വോള്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? വോള്യം നമുക്കറിയാം, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ ദ വോള്യം ദാറ്റ് വിൽ ബി ഓക്യുപ്പൈഡ് ബൈ വൺ സ്റ്റേറ്റ്. ഓക്കെ, ഫേസ് സ്പേസിൽ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു മൈക്രോസ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഫേസ് സ്പേസിൽ എത്ര വോള്യം ഓക്യുപ്പൈ ചെയ്യുന്നു നോക്കുക. അതിനാണ് നമ്മൾ ഗാമ സീറോ എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് സീറോ ആവില്ല. ദിസ് ഗാമ സീറോ cannot be zero because of uncertainties. Okay, so we are a little bit mixing the ideas from quantum mechanics, even in classical statistical mechanics. Okay, so gamma divided by gamma zero. Gamma zero endana? This is the volume occupied
by 1 microstate. Okay, ഇത് ശരിക്കും ഗാമ സീറോ എന്ന് പറയുന്നത് വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 microstate multiplied by some, നമുക്ക് പ്രൊപ്പോർഷണൽ എഴുതാം. ഓക്കെ, വിൽ റൈറ്റ് ഇറ്റ് ആസ് പ്രൊപ്പോർഷണൽ. ഓക്കെ, വേറൊരു ഫാക്ടറും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ദിസ് ഗിവ്സ് യു ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ, സോ യാ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി വേറൊരു ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉള്ള എന്താണ് നമ്മൾ എടുക്കുന്നത്, ഇത് വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 microstate മൾട്ടിപ്ലൈഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ഈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോൺ ആസ് ദ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ. നിങ്ങൾ ഗിബ്സ് പാരഡോക്സിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാവും. നമ്മൾ വളരെ നൈവായിട്ട് ഓക്കെ ഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ട് സിസ്റ്റംസിനെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് അങ്ങനെ കണക്കാക്കുമ്പോൾ വി ആർ ഓവർ കൗണ്ടിങ് ബിക്കോസ് ക്വാണ്ടം മെക്കാനിക്കലി ദിസ് തിങ്സ് ആർ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ എക്സെട്ര. ഓക്കെ, അപ്പൊ ഈ കറക്ഷൻ ഫാക്ടറാണ് n ഫാക്ടോറിയൽ. ഓക്കെ, അതും കൂടെ നമ്മൾ ഇവിടെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഗാമ സീറോ ഓഫ് n is h⁻3n and n factorial. Okay, n factorial correction factor ആണ് h⁻3n എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 microstate in the phase space. Okay, phase spaceൽ ഇത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം. ഓക്കെ, ഓൾറൈറ്റ്. ഇത് h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. Right. n factorial is the counting factor for states obtained by permuting particles. അതായത് രണ്ട് പാർട്ടിക്കിൾസിനെ പെർമ്യൂട്ട് ചെയ്താൽ നമ്മൾ ഫേസ് സ്പേസിൽ എടുക്കുകയാണ്. രണ്ട് പാർട്ടിക്കിൾസിനെ പെർമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫേസ് സ്പേസിൽ ഡിഫറെന്റ് പോയിന്റ്സ് ആണ് കിട്ടുക. ഓക്കെ, ഇത് രണ്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്കൽ കൗണ്ടിങ് അനുസരിച്ച് അത് ഫേസ് സ്പേസിൽ വേറൊരു പോയിന്റ് ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് പോയിന്റ് ഓൺ ഫേസ് സ്പേസ്. Right? But quantum mechanics says that you cannot really treat them as indistinguishable. Okay, sorry, you cannot really treat them as distinguishable. So this counting is over counting. അതായത് സിസ്റ്റംസിനെ പെർമ്യൂട്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന സ്റ്റേറ്റും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് വരും. സോ യു ഹാവ് ടു കറക്റ്റ് ഇറ്റ് ബൈ ദിസ് ഫാക്ടർ. ഓക്കെ, പെർമ്യൂട്ടേഷൻ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കറക്ഷൻ ഫാക്ടറും കൂടെ വേണം. കറക്ഷൻ ഫാക്ടർ ഇല്ലെങ്കിൽ യു ആർ ഓവർ കൗണ്ടിങ് and then you run into paradoxical situations like Gibbs paradox. Okay, I hope you are familiar with this. Okay. So the factor n factorial arises from the fact that particles are indistinguishable. Particles are indistinguishable, even though one may be in a temperature and density range. All right. So the thing is that we cannot. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്കൽ ആയിട്ടുള്ള അപ്രോക്സിമേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ഇൻഡിസ്റ്റിംഗ്വിഷബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കുകയാണെങ്കിൽ യു റൺ ഇൻ ടു പാരഡോക്സസ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്തുകൊണ്ട് ഈ ഫാക്ടർ വരുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. അപ്പോൾ ഫേസ് സ്പേസിന്റെ വോളിയം മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ഫേസ് സ്പേസിന്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള സ്റ്റേറ്റ്സിനെ കൗണ്ട് ചെയ്യാതിരിക്കണം. അല്ലെ ടോട്ടൽ കൗണ്ടിങ്ങിൽ നിന്ന് ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചിട്ട് ഇത്ര ഈ ഒരു ഫാക്ടർ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടില്ല. സോ ദിസ് ലീഡ്സ് ടു സിറ്റുവേഷൻസ് ലൈക്ക് ഗിബ്സ് പാരഡോക്സ്. ഓക്കെ, വി മേ നോട്ട് ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ, this Gibbs paradox, or sometime if some question arises we can discuss it, we'll see. All right, so the basic idea is that one cannot observe and label individual atomic particles as though they were microscopic billiard balls. നമ്മൾ classically billiard balls എന്ന് പറയും. billiard balls നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. മൈക്രോസ്കോപ്പിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. Now let's go into an example. Consider a system of n non-interacting particles. Consider a system of n, capital N non-interacting particles. Each particle is fixed in position and can sit in one of the two possible states. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ എന്നിങ്ങനെ രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദ പാർട്ടിക്കിൾ, there are n particles, each of the particle can take either spin up or spin down. Okay, ഇനി നമ്മൾ പറഞ്ഞു ഈ ടേക്ക് ദ എനർജി ഓഫ് ദി സ്റ്റേറ്റ്സ്. ഈ ഡൗൺ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി 0 ആണ്, അപ്പ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എപ്സിലോൺ ആണ്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ ഗിവൺ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ജനറലി വി സേ ദാറ്റ് ദ സ്പിൻസ് വാണ്ട് ടു ബി ഡൗൺ ബിക്കോസ് ദ സിസ്റ്റംസ് ഓൾവേസ് പ്രിഫർ എ ലോ എനർജി കോൺഫിഗറേഷൻ. ഓക്കെ, ഒരു സ്പിൻ ഡൗണിനെ സ്പിൻ അപ്പ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗിവ് സം എനർജി ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇഫ് ദ സിസ്റ്റം, നമ്മൾ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് കോൺഫിഗറേഷൻസ് കൗണ്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്യാൻ പോവാണ്. ഇഫ് ദ സിസ്റ്റം ഹാസ് n, ഇത് നമുക്ക് n അപ്പ് എന്ന് എഴുതാം, n അപ്പ് പാർട്ടിക്കിൾസ് വിത്ത് സ്പിൻ അപ്പ്. ഓക്കെ, ഇത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ n ഡൗൺ എന്താണ്? n ഡൗൺ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു n മൈനസ് n. റൈറ്റ്,
n down എന്ന് പറയുന്നത് n minus n up ആണ്. n down എന്ന് പറയുന്നത് is our number of spins which are pointed down, okay, or pointed in the let's say negative z direction. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സിസ്റ്റത്തിന്റെ എനർജി എന്താണ്? ഇറ്റ് ഈസ്, ഇത് നമ്മൾ എളുപ്പത്തിന് എഴുതാം, E is equal to n up multiplied by epsilon plus n down multiplied by 0. So it's simply n up multiplied by epsilon. Okay, so from here you know that n up can be written in terms of the total energy of the system, that is E divided by epsilon. Okay, that would make it. All right, but we need to start by finding the entropy of the system. Okay, for finding the entropy we need to find the number of states. Okay, the number of states with energy E. E എന്ന് പറയുന്നത് specified ആണ്. We are talking about microcanonical ensemble. Okay, so what are the number of microstates? The number of microstates പലയിടത്തും പല രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒമേഗ എന്നുള്ളതുകൊണ്ട് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ഇതിനെ ഡെൻസിറ്റി എന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ ഇത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഇൻ ദിസ് പ്രോബ്ലം വി ആർ ട്രീറ്റിംഗ് ഇറ്റ് ആസ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. Okay, so don't get confused. So what is this? The question is, in how many ways can you separate n particles in such a way that you have n up spin and n minus n up up spin and n minus n up down spin. Okay, അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ, ഇത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. ടോട്ടൽ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിന് n1ഉം n2ഉമായിട്ട് എത്ര രീതിയിൽ നമുക്ക് തരംതിരിക്കാം എന്നുള്ളതാണ് ചോദ്യം. Okay, obviously that's n factorial divided by n1 factorial, n2 factorial. Okay, അതാണ് ഇവിടെ n factorial divided by n up factorial, n minus n up factorial എന്ന് പറയുന്നത്. These are the number of microstates. Okay, ഇവിടെ നോക്ക്, ഇവിടെ എനർജി E എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ the energy is not appearing anywhere here, so we need to be a little bit more careful. ഈ എനർജി എവിടെ നിന്നാണ് വരുന്നത്? കാരണം ഈ n up എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? E divided by epsilon എഴുതാം. So it is actually a function of energy, even though you don't see it right here. So entropy can be written as, what's entropy? These are the number of states. Okay, so the entropy is k log, the number of entropy is k log omega, right? So this is the entropy. So we have found the entropy. Okay, ഇനി നമുക്ക് സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. ലോഗ് n ഫാക്ടോറിയൽ ഫോർ ലാർജ് നമ്പർ n we can write log n ഫാക്ടോറിയൽ as n log n minus n. ഓക്കെ, അപ്പോൾ സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ ഇവിടെയും 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 ഉപയോഗിക്കാം. ലോഗ് എക്സ്പാൻഡ് ചെയ്യാം. Okay, and then you do some algebra. Okay, there's actually a couple of steps more here. Let's say 2 steps more. I want you to try that. Okay, but ഇതിന് ഈ ഒരു പോയിന്റിലേക്ക് വരണമെങ്കിൽ you have to do a little bit of manipulation. Okay, the usual thing that we do when we get stuck in physics, usually നമ്മൾ ചെയ്യുന്നത് you add 0 or you multiply by 1 ഇങ്ങനെ അല്ലേ. അതായത് നമ്മളൊരു ടേം ആഡ് ചെയ്യണം. We have to add and subtract a term. ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നതിലൂടെ ഏത് ടേം ആണ് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ യു ഗിവ് ഇറ്റ് എ ട്രൈ. ഓൾറൈറ്റ്, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ഇങ്ങനെ ഈ രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ കഴിയും. ഓൾറൈറ്റ്, ഇതിൽ നിന്ന് കമ്പൈൻ ചെയ്ത് ഈ രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതാൻ കഴിയും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഓക്കെ, ഈ n up എന്ന് പറയുന്നതിന് നമുക്ക് എനർജിയുടെ ടേംസിൽ എഴുതാം, n up എന്ന് പറയുന്നതിന് എനർജിയുടെ ടേംസിൽ എഴുതാം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഫൈനലി യു ഗെറ്റ് ദ entropy as a function of the total energy and the total number of particles of the system. Okay, you have got the entropy as a function of the total energy and the total number of particles in the system. Right, so you have found the entropy of the system. You have found the thermodynamic entropy of the system starting from microscopic considerations. ഇവിടെ നമ്മൾ microscopic considerations പറഞ്ഞ് നമ്മുടെ given macrostate corresponding ആയിട്ട് n, e എന്ന് പറയുന്ന മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പോസിബിൾ മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് നോക്കി. നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെന്റ്സിന്റെ ലോഗ് എടുത്തു. ദാറ്റ് ഗിവ് യു ദ എൻട്രോപ്പി. Okay, we have got entropy as a function of energy. Okay, ഇനി എൻട്രോപ്പി മാത്രം കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ ഈ എൻട്രോപ്പിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് an example for thermodynamic potential. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുക്കുന്നതിലൂടെ ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിനു മുൻപ് ഈ എൻട്രോപ്പി നമുക്ക് എസ് ഓഫ് ഇ അഗെയിൻസ്റ്റ് ഇ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാം ഇ ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ട് എൻട്രോപ്പി 0 ആണ്. ഓക്കെ, എൻട്രോപ്പി 0 ആണ്, കാരണം ദാറ്റ്സ് വെരി ഓർഡേഡ് അല്ലേ. ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഓൺലി 1 കോൺഫിഗറേഷൻ. എല്ലാ സ്പിന്നും ഡൗൺ ആയിരിക്കും. ദാറ്റ്സ് ഓൺലി 1 കോൺഫിഗറേഷൻ. ഓക്കെ, എൻട്രോപ്പി ഏറ്റവും കൂടുതലായിരിക്കുന്നത് ഇ ഈസ് ഈക്വൽ ടു n എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2. ഇ ഈസ് ഈക്വൽ ടു
n epsilon divided by 2. Okay, ഈ പോയിന്റ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എൻട്രോപ്പി ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഈക്വൽ ടു n epsilon എന്ന് പറയുന്നത് വീണ്ടും എൻട്രോപ്പി ഏറ്റവും ലോ ആയിട്ടുള്ള കോൺഫിഗറേഷൻ, ബിക്കോസ് ദർസ് ഓൺലി വൺ വേ ടു അറ്റൈൻ ദിസ്. എല്ലാ സ്പിന്നും അപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇത് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എൻട്രോപ്പി വീണ്ടും 0 ആണ്. ഓക്കെ, മാക്സിമം എൻട്രോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലുള്ള പോലെ തന്നെ ഈക്വൽ നമ്പർ ഓഫ് അപ്പ് സ്പിൻസും ഈക്വൽ നമ്പർ ഓഫ് ഡൗൺ സ്പിൻസും ഉള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ മൈക്രോ സ്റ്റേറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഏറ്റവും മാക്സിമം എൻട്രോപ്പി ഉള്ളത്. ഓക്കെ, റൈറ്റ്. ഇനി ഈ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കും എന്നും കൂടെ നോക്കണം. ഓക്കെ, അത് പല രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് വരും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് പരിചയം ഉണ്ടാവും. DE is equal to TdS minus PdV plus mu dN. Okay, this is just basically the generalized energy conservation. Okay, the energy can take different forms. The energy can take different forms. So if you നമ്മൾ energy conservation പറയുമ്പോൾ ഈ ഫോംസ് എല്ലാം തന്നെ കൺസിഡർ ചെയ്തെടുക്കണം. So you can say that DE is equal to പല രീതിയിൽ ഉള്ള എനർജി ഇൻക്രീസസ് നമ്മൾ ആഡ് ചെയ്യണം. There may be heat energy, there may be increase in entropy, there may be an increase in number of particles. So generally you can write DE is equal to TdS minus PdV plus mu dN. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? TdS is equal to അല്ലെ DS ഇങ്ങനെ ജസ്റ്റ് സോൾവ് ചെയ്യണമെങ്കിൽ if you just solve for ds, you get 1 by t dE plus p by t dV minus mu by t dN. So we have got an expression for ds. Okay, but we also know that s is a function of E, V and N. Okay, s is a function of E, V and N. അല്ലേ, total energy, volume and the number of particles in the function ആണ്. അങ്ങനെ നമുക്ക് ds നെ എങ്ങനെ എഴുതാം? ds equal to നമ്മൾ നേരത്തെ പറഞ്ഞ ചെയിൻ റൂൾ തന്നെയാണ് അല്ലേ. ds എന്ന് പറയുന്നത് ഡോ എസ് ബൈ ഡോ ഇ മൾട്ടിപ്ലൈഡ് ബൈ DE. ഡോ എസ് ബൈ ഡോ ഇ എന്ന് പറയുമ്പോൾ യു കീപ് V and N കോൺസ്റ്റന്റ്. ഓക്കെ, ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. സോ ഇറ്റ്സ് ഡോ എസ് ബൈ ഡോ ഇ DE പ്ലസ് ഡോ എസ് ബൈ ഡോ വി DV പ്ലസ് ഡോ എസ് ബൈ ഡോ എൻ DN. ഇത് നമുക്ക് അറിയാൻ തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് ചെയിൻ റൂൾ. ഇഫ് യു ഹാവ് സംതിങ് ലൈക്ക് f of x, y, z, then df is ഡോ f by ഡോ x dx plus dou f by dou y dy plus dou f by dou z dz, right? That's very familiar one. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഉള്ളതും ds ആണ്, ഇവിടെ ഉള്ളതും ds ആണ്, ഇവിടെ ഉള്ളതും ds ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ DEയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. നമ്മുടെ രണ്ട് എക്സ്പ്രഷനിലുള്ള DEയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം, DVയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം, DNന്റെ കോഎഫിഷ്യൻസും കമ്പയർ ചെയ്യാം. ഇപ്പോൾ DEയുടെ ഉദാഹരണത്തിന് DEയുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1/t ആണ്, ഇവിടെ നമുക്ക് എന്താണ് ഡോ എസ് ബൈ ഡോ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയാൻ കഴിയും? 1/t is equal to dou s by dou e. In the same way, you see that dou s by dou v is p by t and dou s by dou n is minus mu divided by t. ഓക്കെ, അതായത് നമ്മൾ എൻട്രോപ്പി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു ഈ റിലേഷൻസ് ഉപയോഗിച്ച്. ബിക്കോസ് എൻട്രോപ്പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇ, വി ആൻഡ് എൻ അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ എൻട്രോപ്പി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഇ, വി ആൻഡ് എൻ. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ടെമ്പറേച്ചർ, you can find the pressure, you can find the chemical potential. Okay, just use these relations. Okay, so entropy here, this is an example for what we call as a thermodynamic potential. We can construct different thermodynamic potentials. In the case of microcanonical ensemble, we'll take entropy as the thermodynamic potential. Okay, that's a straightforward way to go. ഇനി ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തെർമോഡൈനാമിക്സ് മുഴുവൻ ഈ റിലേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ദിസ് ഇസ് നോൺ ആസ് എ ഹെൽംഹോൾട്സ് ഫ്രീ എനർജി. ഇയും ടിയും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇ മൈനസ് ടി എസ്. എസ് ഇസ് ഓൾറെഡി നോൺ. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഹെൽംഹോൾട്സ് ഫ്രീ എനർജി. ഓക്കെ, ഹെൽംഹോൾട്സ് ഫ്രീ എനർജിക്ക് ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. ദിസ് യു ക്യാൻ ഡയറക്ട്ലി ഇന്റർപ്രറ്റ് ആസ് ദ യൂസ്ഫുൾ എനർജി. യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് നോൺ ആസ് ദ യൂസ്ഫുൾ എനർജി. നമുക്ക് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന എനർജിയുടെ അളവാണ് എന്താണ് പറയുന്നത്, ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഫ്രീ ടു ഡു വർക്ക്, ദാറ്റ്സ് എനർജി ദാറ്റ് വി ഹാവ് ഫ്രീ which can be used to do work. This is the lost energy or useless energy. Useless energy. ഇത് സാധാരണ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വെറുതെ കൈ കൂട്ടി തിരുമ്മി കഴിഞ്ഞാൽ കുറച്ച് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ദാറ്റ് എനർജി ഇസ് ലോസ്റ്റ്, വി കനോട്ട് യൂസ് ഇറ്റ്. ദാറ്റ്സ് ഹീറ്റ് എനർജി, വി കനോട്ട് യൂസ് ഇറ്റ്. ദാറ്റ്സ് ഹൈ എൻട്രോപ്പി എനർജി, സോ ടു സ്പീക്ക്. വി കനോട്ട് യൂസ് ഇറ്റ് ടു do work anymore. All right. Okay.
അതുപോലെ നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതിനെ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇറ്റ്സ് ഓൾസോ ഈക്വൽ ടു മ്യൂ എൻ. ഓക്കെ, മ്യൂ എൻ എന്ന രീതിയിൽ വേണമെങ്കിലും ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് എഴുതാൻ കഴിയും. ഇതുപോലെ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദാറ്റ്സ് ടി ഡോ എസ് ബൈ ഡോ ടി. അതുപോലെ ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് അതിന്. ഓക്കെ, അതുപോലെ നമുക്ക് തൽക്കാലം ഈ എൻട്രോപ്പി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കാം. സി പി, ദാറ്റ്സ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ആൻഡ് ദാറ്റ്സ് ടി ഡോ എസ് ബൈ ഡോ ടി. ഓക്കെ, ഇതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിൽ നേരിട്ടെടുത്ത റിലേഷൻസ് ആണ്. ഇപ്പൊ എസ് ഉണ്ടെങ്കിൽ നമുക്കിത് എല്ലാം തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, so let's do one more problem. Find the temperature in the previous example. നമ്മൾ നേരത്തെ എൻട്രോപ്പി കണ്ടുപിടിച്ച് അവിടെ നിർത്തി. Find the temperature. How do you find the temperature? 1 by T is equal to dou S by dou E. Just take the partial derivative with respect to the energy. Okay, and you get this result. You can check this. Okay, just take the partial derivative with respect to E. Let's go to another example. Okay, if there are n number of particles which have spin 3/2. Okay, where the spin 3 by 2 ആണ്, which will interact with magnetic field B, which are in equilibrium at temperature T. Okay, so we are talking about system in equilibrium, and spin 3 by 2 ആണ്. Okay, spin 3 by 2 ആണ്. നേരത്തെ നമ്മൾ spin half പറഞ്ഞ രണ്ട് പോസിബിൾ പ്രൊജക്ഷൻസ് ആണുള്ള, പ്ലസ് ഹാഫും മൈനസ് ഹാഫും. ഓക്കെ, ഈ കേസിൽ 3 by 2 ആണ്. അപ്പൊ അതിന്റെ പോസിബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഒന്ന്, അല്ല പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് -3 by 2, -3 by 2 പ്ലസ് 1 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. Okay, up to plus 3 by 2, -3 by 2 up to plus 3 by 2 within അതിന്റെ ഇടയിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡിഫറിംഗ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പോൾ ചോദ്യങ്ങൾ ഇതാണ്: ഹൗ മെനി നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഫോർ ഈച്ച് പാർട്ടിക്കിൾ, വാട്ട് ഈസ് ദ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, so if S equal to 3 by 2, then Z component of spin, okay, test these possibilities: 3 by 2, okay, 3 by 2, 1 by 2, -1 by 2, -3 by 2. Okay, ഇതിന് വേണമെങ്കിൽ 1 സബ്ട്രാക്ട് ചെയ്ത് പോവാം. 3 by 2 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് യു ജസ്റ്റ് സബ്ട്രാക്ട് 1 in each step, അല്ലെങ്കിൽ -3 by 2 നിന്ന് തുടങ്ങി യു ആഡ് 1. Okay, you will get all the states. Okay, so how many microstates are there for each particle? ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ എത്ര മൈക്രോസ്റ്റേറ്റ് ഉണ്ട്? There are 4 microstates. Okay, for each particle there are 4 microstates. Okay, പക്ഷേ n number of particles ഉള്ളപ്പോൾ എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്? n number of particles ഉള്ളപ്പോൾ there are 4 raised to n total microstates അല്ലേ. ഇത് ഒരു പാർട്ടിക്കിളിന് നമുക്ക് n microstates ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഓരോ മൈക്രോസ്റ്റേറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ പാർട്ടിക്കിളിനും n microstates ഉണ്ട്. രണ്ടാമത്തെ പാർട്ടിക്കിളിനും 4 microstates ഉണ്ട്. രണ്ടാമത്തെ പാർട്ടിക്കിളിനും 4 microstates ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനും കൂടുകയാണെങ്കിലോ ഇതിന്റെ ഒരു മൈക്രോസ്റ്റേറ്റ് എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 4 പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ പോസിബിൾ മൈക്രോസ്റ്റേറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും രണ്ടാമത്തെ പാർട്ടിക്കിളിന് നമുക്ക് 4 ഡിഫറെന്റ് മൈക്രോസ്റ്റേറ്റ്സ് ഇടാം. മൂന്നാമത്തെ മൈക്രോസ്റ്റേറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും ഈ പാർട്ടിക്കിളിനെ വീണ്ടും 4 മൈക്രോസ്റ്റേറ്റ്സ് ഇടാം. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ടിക്കിളാണ്. there are totally 4 multiplied by 4 microstates. Okay, if there are 3 particles, there are 4 multiplied by 4 multiplied by 4 microstates. Okay, likewise for n particles we can say that there are 4 raised to n total microstates. ഇത് ക്ലിയർ ആയി എഴുതുന്നു. So that's the number of states. Now what's entropy? Entropy is Kb log omega. Omega is 4 raised to n. So S equal to n k log 4. Okay, so we have used the result that log a raised to n is equal to n log k. Okay, we know this result. Okay, all right. So this is the entropy. Okay, we have found the entropy here. ഇനി വേറൊരു ചോദ്യം കൂടി ഉണ്ട് അതിന്റെ കൂടെ തന്നെ. A solid contains n magnetic atoms having spin half. Okay, അല്ല അത് വേറെ പ്രോബ്ലം ആണ്. Okay, a solid contains n magnetic atoms having spin half. അതായത് ഒരു പാർട്ടിക്കിൾ എടുത്ത് അതിന് 2 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ at sufficiently high temperature. ഈ ചോദ്യം ശ്രദ്ധിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോബ്ലം ആണ്. At sufficiently high temperature, each spin is completely randomly oriented. At sufficiently low temperature, all the spins become oriented in the same direction. Okay, low temperature entropy 0 ആണെന്നാണ് പറയുന്നത്, because they all will be in the ground state. Let the heat capacity as a function of temperature T. The heat capacity is given, specific heat. Okay, this is A multiplied by this is a given.
ഓക്കെ, അതായത് ഈ റേഞ്ചിലാണെങ്കിൽ ടെമ്പറേച്ചർ T1/2 T1 ഇടയിലാണെങ്കിൽ the specific heat capacity, okay, the heat capacity is this. ഇത് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഗിവൺ ആണ്. ഓക്കെ, ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമാണ് ഇത്, അല്ലെങ്കിൽ 0 ആണ്. Okay, so we are given a temperature range. Find the value of A. You need to find the value of A. How do you do this? Okay, so the general method to do is this: you count the number of microstates, find the entropy. We get the entropy. Okay, in entropy, specific heat capacity എന്നുള്ള റിലേഷൻ നമുക്കറിയാം. ആ എൻട്രോപ്പിയിൽ നിന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. Equate that with this. Okay, if you equate that with this, you should be able to solve for A. Okay, all right. So at very low temperature, all spins are oriented in only one direction. Okay, they are all in the ground state. So there's only one possible microstate for each atom, hence entropy is 0. At high temperature, all the spins are randomly oriented and they can be either down or up. So there are 2 microstates for each atom, n number of atoms. So the total number of microstates is 2 raised to n. Then it's 2 raised to n. And the entropy is nkb log 2. Okay, nk log 2. This kb is Boltzmann constant. Okay, Boltzmann constant log 2. Okay. Okay, but change in entropy. That is zero entropy configuration. അതായത് നമ്മൾ പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനിൽ നിന്ന് ഇത് സീറോ എൻട്രോപ്പി കോൺഫിഗറേഷൻ ആണ്. അതായത് ലോ ടെമ്പറേച്ചറിലുള്ള സ്പെസിഫിക് എന്താണ് പറയുക, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് 1 ആണ്. അപ്പോൾ എൻട്രോപ്പി 0 ആണ്. Alright, so change in entropy, ആ കോൺഫിഗറേഷൻ ഈ കോൺഫിഗറേഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ nk log 2 because this is 0. Alright, ഇനി ഇങ്ങനെ റിലേഷൻ നോക്കും. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഇസ് T ds/dt. നമ്മളിവിടെ കണ്ടതാണ്. It's this. Okay, it's specific heat capacity. It's specific heat at constant pressure. Okay, specific heat at constant pressure. So it's T ds/dt. Okay, ഈ റിലേഷൻ നമുക്കറിയാം. ഓക്കെ, സോ നമ്മൾ എന്താണ് പറയുന്നത്, T ds/dt. Alright, that's the specific heat. Alright, so നമുക്ക് S2 minus S1 നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ്സ് ഇന്റഗ്രൽ T1 to T. ഇപ്പോൾ ഇവിടെ we have got C is equal to T ds/dt. Okay, we say that T ds is equal to C dt. Okay, or what do you say, ds is equal to C dt/t. Okay, ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ds equal to C dt/t ഇതാണ് ഇവിടെ ചെയ്യുന്നത്. Okay, ds equal to C dt/t. C is given. Okay, dt/t. Right, in range specific heat non-zero ആയിട്ടുള്ള റേഞ്ച് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലായിടത്തും ഈ ടേം 0 ആയി പോകും. Okay, so it's T1/2 to T1, and then you integrate this. Okay, the integration is quite simple. You can do this. It's very easy. Integrate. Okay, integrate this, and the final answer you can see that A will be equal to nk log 2 divided by 1 minus log 2. Okay, just integrate this and solve for A. This is already known. This S2 minus S1 is already known. It's nk log 2. Okay, so you integrate this and you will have the answer. Okay, integration is quite simple. Okay, you'll see that dt/t. You just need to remember that integral of dt/t is log t. Okay, integral of dt/t is log t. The other integrations are quite simple because this is 2t/t1 dt. So this t and this t gets cancelled, so it's just a constant. You can integrate that. Okay.